നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും നാടുകാണിയിലേക്ക് സ്വാഗതം. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഐരൂർ സദാശിവൻ അവാർഡ് പിന്നണി ഗായകൻ പന്തളം ബാലന് സമർപ്പിച്ചു. ഗാനരചയിതാവ് രാജീവ് ആലിങ്കൽ അവാർഡ് വിതരണം ചെയ്തു. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ഭാരതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഐരൂർ സദാശിവൻ അനുസ്മരണവും അവാർഡ് ദാനവും നടത്തിയത്. ഈ വർഷത്തെ ഐരൂർ സദാശിവൻ പ്രതിഭ അവാർഡ് പ്രശസ്ത പിന്നണി ഗായകൻ പന്തളം ബാലന് ചടങ്ങിൽ നൽകി. ഗാനരചയിതാവ് രാജീവ് ആലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ജീവിതം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഈ ജീവിതത്തിന്റെ ഈ സംഭവിക്കുന്നതിന് ഇടയ്ക്ക് സ്നേഹത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ സന്ദേശം. ഇതൊരു സന്ദേശമാണ് കേട്ടോ. 99 നാടകത്തിൽ അഭിനയിച്ചാലും ആരും പരിഗണിക്കില്ല. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ നാടിന്റെ പൊന്നോമന പുത്രി, പിന്നെ എല്ലാം ചിറ്റയുടെ മക്കളാണ്. പിന്നെ ഈ അഭിനയിച്ച അഭിനേത്രിയുടെ ചിറ്റയുടെ മക്കളാണ് ആ നാട്ടിലുള്ള എല്ലാം. അതുവരെ ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ ഇറങ്ങിയിട്ട് 22 വർഷമായി. അതാണ് എനിക്ക് എത്ര വിഷമം. ഹരിഹരൻ പിള്ള ഹാപ്പിയാണോ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങിയിട്ട് 22 വർഷമായി എന്ന് പറഞ്ഞാൽ 10 32. എനിക്ക് 49 ഉള്ളു, പക്ഷെ 32 വയസ്സുകാരൻ മര്യാദയ്ക്ക് സിനിമ കാണാൻ നേരത്തെ എൻ്റെ പാട്ടാണ് കേട്ടത്, അല്ലേ? എന്നിട്ട് പോലും അല്ലേ വിഷം സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ 23 വർഷത്തിന് മുമ്പ് എഴുതിയ പാട്ടാണ്. അവർ 10 വയസ്സുകാരനാണെങ്കിൽ പോലും 33 വയസ്സിൽ ആദ്യം 10 വയസ്സുകാരൻ ശബരിമലയിൽ പോകുമ്പോൾ ഈ പാട്ട് ഹിറ്റാണ്. എന്നിട്ടും വളർന്നു വരുന്ന യുവകവി ഞാനേ ഇനി എത്ര നാൾ വളരാനാണ്? ആകപ്പാടെ എനിക്കിപ്പൊ തന്നെ പേടിയാണ് വയസ്സായത്. ഇപ്പൊ തന്നെ എനിക്ക് വിഷമമാണ്. വയസ്സായോ കാര്യം എന്താ? കോളേജുകളിലൊക്കെ പോകുമ്പോഴത്തേക്കുള്ള സുന്ദരിമാരായ പെൺകുട്ടികളെ കാണുമ്പോഴേ എനിക്ക് സങ്കടമാണ്. കാര്യം എൻ്റെ മക്കളുടെ പ്രായമുള്ളൂ, ഇവന്റെ പ്രായമുള്ളൂ. ഇവർ ഇതെങ്ങനെ പ്രണയിക്കും? പണ്ട് ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്, ആ ആൽബമൊക്കെ ഇറങ്ങി ഇങ്ങനെ കേരളം മുഴുവൻ അലയടിക്കുമ്പോൾ ഞാൻ കോളേജിൽ പോകും. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇരിക്കണോ, ഞാൻ ഓർക്കും ഇതിലൊരാൾ എന്നെ പ്രണയിക്കും, അതിലൊരാൾ എൻ്റെ ഭാര്യയുമാവും. ഇന്നങ്ങനെ പറയാൻ നോക്കൂ? എൻ്റെ മോൻ്റെ ഇവൾ 3 വയസ്സിന് മൂത്തതാണ്. അപ്പോൾ എൻ്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞിരിക്കണം. അപ്പോഴും ഒരാൾ മൈക്കെടുത്തിട്ട് പറയും വളർന്നു വരുന്ന യുവകവി. കേരളത്തിലെ യുവകവിയുടെ പേരാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. 70 വയസ്സായി. യുവകവി ബാലേന്ദ്രൻ ചുള്ളിക്കാട്, വയസ്സ് 70ആയി. ഇതാണ് നമ്മുടെ അവസ്ഥ. സംസ്ഥാന പ്രസിഡന്റ് സാബു ഐക്യരത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ പ്രസിഡന്റ് KN ഷീബ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി പരൂർ, പ്രോഗ്രാം ഷീല ഡോഫിൻ, ട്രഷറർ ബാബു മുതലപ്ര, PRO മങ്കൊമ്പ് കൃഷ്ണകുമാർ, റോയി മല്ലപ്പള്ളി, വൈസ് പ്രസിഡന്റുമാരായ മുരളീദാസ്, സന്തോഷ് മല്ലപ്പള്ളി, ശ്രീദേവി ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ കലാരംഗങ്ങളിലെ മികവാർന്ന പ്രവർത്തനത്തിന് നിരവധി പ്രതിഭകളെ ആദരിച്ചു. കാതികൻ ഡോക്ടർ നിരണം രാജൻ, നൃത്തം ജയലക്ഷ്മി, ജിമ്മി കിടങ്ങറ, നാടൻപാട്ട് രാഹുൽ കൊച്ചാപ്പി, ഫിഗർ ആർട്ടിസ്റ്റ് രതീഷ് കുമാർ, MT സാക്സോഫോൺ കലാരത്നം റോയി മല്ലപ്പള്ളി, നൃത്തം കിടങ്ങൂർ സോമൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ലീന കോട്ടയം തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. അവാർഡിന് പന്തളം ബാലൻ നന്ദിയും പറഞ്ഞു. തീർച്ചയായിട്ടും സബാബ് ഈ ചെയ്യുന്ന ഈ കാര്യം വളരെ എന്താ പറഞ്ഞത്, പിന്നെ നന്മ പ്രവൃത്തി, അതോടൊപ്പം തന്നെ സമൂഹത്തിന് മാതൃകയാകാൻ മറ്റ് ഒരു സംഘടനയ്ക്കും കഴിയാത്തതുപോലെ, അതുപോലെ തന്നെ സമൂഹത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാട്ടുകാരനാണ് ഞാൻ. കാരണം ഞാൻ നല്ല പാട്ട് പാടി ഞാൻ എപ്പോഴും പറയുന്ന പോലെ സംഗീതത്തിന് കലയ്ക്കും ജാതിയോ മതമോ നിറമോ ഒന്നുമില്ല. ഒരാളുടെ നിറം കണ്ടിട്ട് അവരെ വിലയിരുത്തരുത്, ഒരാളുടെ വസ്ത്രധാരണം കണ്ടിട്ട് ഒരാളെ വിലയിരുത്തരുത്. അവരുടെ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിലാണ് ഞാൻ ഈ സംഘടനയുടെ ഈ അവാർഡ് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തത്. കേരളം മൊത്തം അത് ചർച്ചയായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒരു വലിയ സംഭവമാണ്. ആ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. സമൂഹത്തിലെ കലാകാരന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. ഇവിടെ പറഞ്ഞതുപോലെ ചേച്ചി പെട്ടെന്ന് പടപടപടാന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാകാതെ, കാരണം വളരെ സിൻസിയറായിട്ട് പറഞ്ഞതാണിത്.